ഗൈസ്, ചാനലിലേക്കും അദ്വൈത് ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ രണ്ട് ഇതിലും ഞാൻ ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡല്ല, ഈ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ രണ്ടിലും ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്ന് ഞാൻ വന്നേക്കണത് സ്വന്തമായിട്ട് ഞാനൊരു ക്യാമറ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്യാമറ ഞാൻ CP+ൻ്റെ കമ്പനി പ്രോഡക്റ്റായിട്ട് ഞാൻ ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് സെബ്രോണിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയായിരുന്നു. ഈ ഒരു ക്യാമറ ഞാൻ മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അദ്വൈത് ചാനലിലാണെന്ന് തോന്നുന്നത്. അതിലാണ് ഇട്ടത്. ഈച്ച എന്തോ കയറിയ പോലെ തോന്നി. ആ ഒരു ചാനലിലേക്ക് ഞാൻ ഒരെണ്ണം ഇട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ലൈവ് വ്യൂ എന്ന് പറയുന്ന ഒരു നാല് തരം ക്യാമറാസായിട്ട്, നാലല്ല, ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഫോർ വ്യൂസ്, ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് യു ക്യാൻ ടെൽ ദാറ്റ് എന്താ പറയുക, ഒരു 4 മാത്രമായിട്ട് പറയാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. 16 ക്യാമറകളും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു CP+ ക്യാമറ. സൈക്യാമിൽ അവർ കമ്പനിയായിട്ട് തന്നെ ഒരു ആപ്പിലാക്കിയപ്പോൾ അവരായിട്ട് തന്നെ ഒരു ഇതെടുത്തതാണ്. അതായത് നമ്മൾ TV കാണുന്ന പോലെ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, TV കാണുന്ന പോലെ ഒരു തരം വ്യൂ ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ അന്നൊരു ദിവസം വീഡിയോ എടുത്തില്ലേ 360 ഡിഗ്രിയുടെ, അതേപോലെ തന്നെ ആ ഒരു ക്യാമറ ഞാൻ പുറത്തായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പുറത്തും പിന്നെ വേറൊരു സ്ഥലത്തും കൂടി ഞാൻ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ഞാൻ അങ്ങോട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം അതാണ്ട് ഞാൻ ഇപ്പം CP+ ക്യാമറ അതേ നമ്മളെ വീട്ടിൽ ഇതാണ് CP+ 360 ഡിഗ്രി ക്യാമറ. ഈ ക്യാമറ ആണ് നമ്മളിനി പുറത്തേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ചേട്ടനെ കൊണ്ട്, എൻ്റെ റൂം അല്ലെങ്കിൽ ഇത്തിരി അലങ്കോലം ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്, അത് കുഴപ്പമില്ല. അപ്പം പുറത്ത് വേറൊരു ചേട്ടനെ കൊണ്ട് ഞാൻ വെൽഡ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാമ്പ് വെച്ചിട്ട് ഒരു ഇരുമ്പ് കമ്പിയുടെ ക്ലാമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കട്ട് പീസാണ്. ഈ ഒരു ബോർഡിലാണ് ക്യാമറ വരുന്നത്. ഷിറ്റ്, പ്രശ്നമുണ്ട് കേട്ടോ ഗൈസ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ക്യാമറയുടെ ഹോൾസാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കുഴപ്പമില്ല, വേറെ ഹോള് നമുക്ക് അടുപ്പിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഇതിപ്പോൾ പറയാനൊന്നുമില്ല. അതുകൊണ്ട് അപ്പം ഈ ഒരു കട്ട് പീസിലാണ് നമ്മൾ ക്യാമറ വയ്ക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഒരു 2 ഹോള് കിടക്കണമല്ല നിങ്ങൾ. ആ ഒരു ഹോള് മറ്റേ പഴയ ക്യാമറയുടെ ഹോളാണത്. പുതിയ ക്യാമറയുടെ ഹോള് വെക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ആരും അങ്ങനെ ആണി അടിച്ച് തരാനോ അല്ലെങ്കിൽ ആണി ഡ്രിൽ ചെയ്ത് തരാനോ ആരും ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് പേടിയായതുകൊണ്ടല്ല. സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കട ആദ്യം തുറന്നാൽ മാത്രമേ നമുക്ക് ഈ സാധനം കിട്ടി നമ്മുടെ കയ്യിൽ ഡ്രിൽ ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കണ്ട് ഒറ്റ കട തുറക്കില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ സമയമൊന്നും കളയാനില്ല. അത് നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പോണെയാണ്. മറ്റേ പഴയ സെബ്രോണിക്സിൻ്റെ ക്യാമറയും ഈ ഒരു CP+ൻ്റെ ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സെബ്രോണിക്സിൻ്റെ ഞാൻ മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, വി കനോട്ട് ആഡ് എനി അതർ കമ്പനീസ് പ്രോഡക്റ്റ്. അത്. 2, എന്താ പറയുക, നമുക്ക് ഓൾ വ്യൂ കിട്ടൂല. 4 ഈ CP+ൻ്റെ ആപ്പിൽ കൊടുത്തേക്കണ പോലെ 4 ഒന്നിച്ച് കാണാനായിട്ട് പറ്റൂല. നിങ്ങൾക്ക് എന്താണ് വെളിച്ചത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഈ ലൈറ്റാണല്ലേ ഇട്ടത്. ട്യൂബ് ഞാൻ ഓഫ് ചെയ്തല്ലേ. കൈ വേദന. ട്യൂബ് ഏതായാലും ഞാൻ ഓൺ ചെയ്ത്. ചുമ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം ഈ ഒരു സാധനം ഞാൻ ഈ ഒരു ബാക്കിൽ ഈ ഒരു സാധനം അഴിച്ചെടുക്കാൻ
വാവ്, ടെക്നോളജിയാ എന്നുള്ള മട്ടിലാണ്. അതായത് ഞാൻ ഒറ്റ കൈ കൊണ്ട് വലത്തെ കൈ വെച്ചിട്ട് ഈ ഒരു സാധനം ക്യാമറയിൽ നിന്ന് ഞാൻ ഊരിയെടുത്ത് ഒറ്റ കൈ വെച്ച് വലത്തെ കൈ വെച്ചാണ് ഞാൻ ഊരിയെടുത്ത്. അപ്പം ഞാൻ പോയിന്റ് ചെയ്യേണ്ട സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഷുഡ് ബി എ കറക്റ്റ് പോയിന്റഡ് ഏരിയ ഷുഡ് ബി കെപ്റ്റ് ബിഫോർ ഡ്രില്ലിങ് ദി അയോൺ നെയിൽ നമ്മൾ ഡ്രിൽ ചെയ്യണതിന് മുമ്പ് നമ്മൾ കറക്റ്റ് പോസ്ചറിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, അതായത് മാർക്ക് ചെയ്തെങ്കിലും വെക്കണം, എന്നിട്ടേ നമ്മൾ ആണി കുത്താൻ പാടുള്ളൂ. പിന്നെ ഇറ്റ് ഷുഡ് ബി എ പ്രോപ്പർ ലൊക്കേഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി എ ക്ലിയർഡ് വ്യൂ ഓൾസോ. ഇറ്റ് ഷുഡ് ബി ഗെറ്റിംഗ് ബൈ ദ എന്താ പറയുക, നല്ലൊരു പൊസിഷനിൽ വെച്ച് നമുക്ക് വ്യൂ നോക്കണം, അതുമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെ വെക്കണമെന്ന്. അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ ഈ ഒരു ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ അറ്റത്തു നിന്ന് നമുക്ക് തുടങ്ങാം തൽക്കാലം. ആണിത് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ മറ്റേ അവർ തന്ന ആണിയുടെ ഇതിൽ കൂടെയാണ് ഏതായാലും ഞാൻ കട്ടിൽ വെച്ചാണ് എടുക്കണത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ എടുക്കണത് സത്യത്തിൽ തെറ്റാണ്. ഞാൻ ഇത് എന്തായാലും പബ്ലിഷ് ചെയ്തതിന് അച്ഛനും അമ്മയും എല്ലാവരും വഴക്ക് പറയാൻ തുടങ്ങും. നീ എന്തിനാടാ ഇങ്ങനെ എടുക്കണത്, നിനക്ക് വേറെ നല്ല സ്ഥലം കിട്ടിയില്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും എല്ലാവരും. അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഇവിടെ ബ്ലൂടൂത്ത് ഓഫായി, അറിയാണ്ട് ഞാൻ എന്താ ഓൺ ചെയ്തിട്ടാ. അപ്പം ഞാൻ എന്താ ആണി ഞാൻ ഇവിടെ കുത്തി സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യണതാണ്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഒരു മിനിറ്റ് ഇട്ടാ ഗൈസ്, അതിന് ശരിക്കൊരു പോസ്ചറാക്കിയിട്ട് വരാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവസാനം ഞാൻ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇപ്പം ഒരു നമ്മൾ ടൈറ്റ് ചെയ്യണതനുസരിച്ചിട്ട് ഈ ഒരു ഇത് നമ്മൾ, അതായത് ധനം കണ്ടോ ഇല്ലോ നോക്കണം. അനങ്ങളില്ല, അപ്പോൾ കുഴപ്പമില്ല. ക്യാമറയുടെ അടിയിൽ ഇതേപോലത്തെ 2 ഗ്യാപ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പുകൾ നമ്മൾ നോക്കി കണ്ട് വേണം ഒന്ന് കറക്കിനൊക്കെ നോക്കണം. അപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ്. ഇനി സാധനം ഓക്കെ തിരിക്കാൻ പറ്റി. അപ്പോൾ അതേ ഇതേപോലെ ഇരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അച്ഛനും അമ്മയും കൊല്ലും. നീ എന്തിനാണ് ആ റൂമിൽ പോയിട്ട് എടുത്തേ, നിനക്ക് വേറെ എന്തോരം സ്ഥലം ഉണ്ടാ എന്നൊക്കെ പറയാൻ തുടങ്ങും. അമ്മയും അച്ഛനും ഒന്നിച്ച് തുടങ്ങുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചേ തുടങ്ങുള്ളൂ. എന്ത് കാര്യമായാലും അവരൊന്നിച്ചേ തുടങ്ങുള്ളൂ. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഫൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതേ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ക്ലാംസ് ഈ 2 ക്ലാംസ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അത് നല്ല കറക്റ്റ് എയിമിങ്ങുമായിരിക്കണം. അപ്പം ഞാൻ ഈ ഭാഗത്തായിട്ടല്ല ഞാൻ ഇവിടെ വെച്ച് തന്നെ കാണിക്കാം. തൽക്കാലത്തേക്ക് എനിക്ക് തോന്നണില്ല ഇത് ഫിറ്റാകുമെന്ന്. തിരിച്ചു നോക്കാം. ഓക്കെ, കൈ പോയി. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കൈ പോകും കേട്ടോ. നിങ്ങളങ്ങനെ തിരിക്കണ്ട. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കൈ പോകും. കൈ പോയി കിട്ടുമെന്ന് പറയാം. ഞാൻ ഏതായാലും ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് വരാം. അയ്യോ സോറി, ഞാൻ മാറിപ്പോയി. ഏതായാലും ഞാൻ ഇത് ടൈറ്റ് ചെയ്തിട്ട് വരാം. അവസാനമായിട്ട് ഞാൻ 4 ഹോൾസിലും ഞാൻ സ്ക്രൂ ടൈറ്റ് ചെയ്തു.
ഇനി നമുക്ക് ചാർജറുമായിട്ട് നമുക്ക് ഇത് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞത് ബാൽക്കണി സൈഡാട്ടോ. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ചാർജിങ് സാധനങ്ങളെല്ലാം എടുക്കണം. ചാർജിങ് സാധനം എടുത്തു. വി ക്യാൻ ഗോ ടു ഔട്ട്. ഓക്കെ, അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് നമുക്ക് ഇവിടെ ഞാൻ സ്ക്രൂകളെല്ലാം ഞാൻ ഇവിടെ എണ്ണയിൽ ഞാൻ കുതിർത്തിട്ടേനെയാണ്. സ്ക്രൂ ആണ് ഈ കാണുന്നത്. സ്ക്രൂ ഒക്കെ എന്തായാവോ. അപ്പം നമുക്ക് എന്തായാലും വരാന്തയിൽ പോയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. അപ്പം ഗൈസ്, ഈ ഏരിയയിലാണ് ഞാൻ ക്യാമറ വെക്കാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഇവിടെ അത്രയും പ്രോപ്പർ ലൈറ്റൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇതൊക്കെ ഡാർക്കാണ്. ഈ ഏരിയ മൊത്തം ഡാർക്കാണ്. ആ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് അത്രയും പവറില്ല. അല്ല, അവർക്കൊരു ലാഭമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൽ ആരും അങ്ങനെ കാണില്ല. കാണില്ല. പഴയ ചാർജർ നമുക്ക് കളയാം. ഇവിടെ പഴയ ചാർജർ കിടപ്പുണ്ട്. അപ്പം ഞാൻ ക്യാമറയും കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവന്നു. ക്യാമറ, സ്ക്രൂ ഡ്രൈവേഴ്സ്, ആണിയും കൊണ്ടുവന്നു. ഇനി നമുക്ക് ടോർച്ച് അടിച്ച്, ഇതാണ് ഹോൾഡ് ഏരിയ. ഈ ഏരിയയിലാണ് നമ്മളിനി ക്യാമറ വെക്കാൻ പോണത്. മനസ്സിലായല്ലോ? ഈ ഏരിയയിൽ നമുക്കിനി ക്യാമറ നമുക്ക് ഫിറ്റ് ചെയ്യാം. സോറി ഗൈസ്, ഒരു മിനിറ്റ്. ഒരു ആണിയെങ്കിലും ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആണി അടിച്ചു. കിട്ടിയ റിസൾട്ട് ഇത് എങ്ങനെയാണ്. അപ്പം അവിടെ ക്ലീനാണ്. ഇനി ബാക്കി ഏരിയാസും കൂടി നമുക്ക് ആണി അടിച്ചു കൊടുക്കാം. ഓക്കെ, ചുമ എന്താണാവോ നിൽക്കാത്തത്. കുറച്ച് ദിവസമായി ചുമ മാറിയിട്ട്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും നമുക്ക് ആണികൾ കൊടുത്ത് വെച്ചേക്കാം. ഈ എണ്ണ പാത്രം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഞാനെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ തട്ടി വീഴാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇത് പൊക്കത്തായതുകൊണ്ട് ആരും പിടിച്ച് പൊക്കാനില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് സത്യത്തിൽ ഞാൻ പാലക്കാട് ഭാഷയാണ്. ഞാൻ വീട്ടിലിപ്പോൾ പാലക്കാട് ഭാഷ പറഞ്ഞു തുടങ്ങി. പിന്നെ ചാനലിൽ ഇനി നമുക്ക് വലിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താലോ? ടൈറ്റ് ചെയ്ത് കൊടുക്കാം മച്ചാമാരെ. ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി 3 സൈഡിലും നമുക്ക് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സൈഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കാട്ടോ അടുത്തത്. അപ്പോൾ ഞാൻ ഇനി പക്കയാണോ നോക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് അനക്കി നോക്കുകയാണ്. പറ്റണില്ല. അപ്പോൾ പക്കയാണെന്നാണ് അർത്ഥം. ഇനി നമുക്ക് വയറിങ് ചെയ്യാം. വയറിങ് നമ്മൾ സൂക്ഷിച്ച് വേണം. ഞാൻ ചെരുപ്പില്ലാണ്ടാണ് ചെയ്യണത്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ, മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ തെറ്റുകളൊന്നും വരാണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യുന്നുള്ള കാര്യത്തിലായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ മച്ചാന്മാരെ. നമ്മൾ കെയർഫുള്ളായിട്ട് ക്ഷമയോടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചാൻസ് കുറവാണ്. ഇത്തിരി എണ്ണമയം ഉണ്ട്. അപ്പം ആ എണ്ണമയം ഒന്ന് കളയണത് നല്ലതാണ്. ഞാൻ ഒന്ന് കളഞ്ഞിട്ട് വരാം. ഞാൻ എണ്ണമയം കളഞ്ഞ് സൂക്ഷിച്ച് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് ഞാൻ തന്നെ ഒന്നും കൂടി കാണിക്കുകയാണ്.
ഓക്കെ, ഇവിടെ നമുക്ക് കുത്തിക്കൊടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഇത് നമുക്കൊന്ന് കമത്തി വെച്ചാലോ? ഈ ബാക്കി വയറുകളൊന്നും ഞാൻ മാറ്റി വെച്ചിട്ട് വരാട്ടത്. ഈ കാണുന്ന വയറ് മാറ്റി വെച്ചിട്ട് വരാം. ബാക്കി വയറ് ഞാൻ ഇവിടെ കൊളത്തിയിട്ട് ഇനി നമുക്കൊന്ന് പ്രവർത്തിച്ച് നോക്കിയാലോ? അപ്പോൾ ഇവിടെ ക്യാമറ എവിടെ? അതേ എടുക്കുന്ന സാധനം. ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞു വരുവേ. ടോർച്ച് ഓഫ് ചെയ്തിട്ട്, അതായത് റെഡ് ലൈറ്റാണ്, ബ്ലൂ ലൈറ്റ് അല്ല. ഇതിൽ ബ്ലൂ ലൈറ്റ് പോലെയാണ് പറഞ്ഞത്. സത്യത്തിൽ അത് റെഡ് ലൈറ്റാണ്. ടോക്കിയാണെങ്കിൽ നമുക്ക് കേൾക്കാം. Camera is starting now. Please wait. Wi-Fi is connecting. Please wait. Wi-Fi network connection succeeded. വൈഫൈ കണക്ഷൻ എല്ലാം സക്സീഡഡ് ആണ്. ബ്ലൂ ലൈറ്റാണ് നടുക്ക് കൊടുത്തേക്കണത്. നടുക്ക് വരണം. ബാക്കി 4 വശവും റെഡ് ലൈറ്റാണ്. അത് ഇതിൽ കൂടെ കാണുമ്പോൾ അത് ബ്ലൂ ലൈറ്റായിട്ട് തോന്നും. ആക്ച്വലി ഇറ്റ് ഈസ് എ റെഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ വെക്കാനും മറക്കരുത്. പിന്നെ മറ്റേ വീഡിയോ ഞാൻ ചിലപ്പോൾ അപ്ഡേറ്റ്സ് പഴയ ചാനലിലും ഞാൻ ഇത് റിലീസ് ചെയ്യും. അത് എന്നിട്ട് പബ്ലിഷും ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതും പബ്ലിഷ് ചെയ്യും, ഇതും പബ്ലിഷ് ചെയ്യും. പിന്നെ ഈ എന്നെ ഒന്ന് മാറ്റി വയ്ക്കട്ടെ ഏട്ടാ. ഇനി ഞാൻ വീട്ടിൽ കയറുമ്പോൾ അച്ഛനെല്ലാവരും തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോറാണ് എന്നുള്ളൊരു മനസ്സ് വെച്ചതുകൊണ്ടാണ്. സ്ക്രൂ ഡ്രൈവറും ക്യാമറയും ഇതും. പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ വേറൊരു തെറ്റ് ഞാൻ ചെയ്തു വച്ചമാരെ. എനിക്ക് എപ്പോഴും അതെ ഒരു കാര്യം ഞാൻ ഞാൻ ചിലപ്പോൾ തീർക്കില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ചിലപ്പോൾ പറയാൻ തുടങ്ങും. അതായത് നടന്നേന് ഞാൻ ചാർജർ എടുക്കാനാണ് നോക്കുന്നത്. ഇനി ഇത് ആപ്പിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആപ്പിലും കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. അതുവരെ നിങ്ങൾ കാണി. ആപ്പിലും കൂടെ ഇതെങ്ങനെയാണ് ഉള്ളതെന്ന് പഴയ പോലെ തന്നെയാണ്. അത് നിങ്ങളത് ജസ്റ്റ് കണ്ടേക്ക്, പുതിയതായിട്ട് കാണുന്നവരൊക്കെ. ഈ വാതിലൊന്ന് അടച്ചേക്കട്ടെ. ലൈറ്റും കൂടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ആപ്പിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ക്യാമറ അവിടെ ഓക്കെയാണ്. ക്യാമറ ഓക്കെയായി. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ദയവ് ചെയ്ത്. ഈ ആപ്പിലും കൂടി നല്ല കാറ്റ്, തണുത്ത കാറ്റ് സീറ്റിന്. അപ്പോൾ ആപ്പിലും കൂടി പ്രവർത്തിക്കണം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ ലൈക്കും ഷെയറൊക്കെ പറഞ്ഞു പോയി. നിങ്ങൾ ആപ്പിലും കൂടി എങ്ങനെയാണ് ചെയ്യണമെന്നും കൂടി നിങ്ങൾ കണ്ടേക്ക്, എന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആപ്പിലേക്കുള്ള പണിയിലേക്ക് നമുക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മൾ
സൈക്യാം പ്ലസിലേക്ക് നമുക്ക് പോവാം. അപ്പം നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ച AC റൂം നമുക്ക് കളയാം, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എഡിറ്റബിൾ അല്ല, ഞാൻ പിന്നെ മാറ്റിക്കോളാം. അപ്പം നമുക്കിത് പ്ലേ ബാക്ക് അല്ല, ലൈവ് വ്യൂ, അതിലാണ് നമ്മൾ നോക്കേണ്ടത്. ലൈവ് വ്യൂവിൽ ഇവിടെ പ്രസ് ചെയ്യുക. നമുക്കുള്ള ക്യാമറ നമുക്കിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ക്യാമറാസ് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ചരിച്ച് ഗൈസ്, ഇത് ചരിഞ്ഞു പോയിട്ടാ. നോക്കട്ടെ, മറ്റേല് നോക്കട്ടെ. ഈ ക്യാമറ ഇത് എങ്ങനെ വെക്കണേന്ന് എനിക്കറിയില്ല, നോക്കണം ഒന്നും കൂടി. ഇത് ചരിഞ്ഞു പോയി. ഇത് ചിലപ്പോൾ ഇത് ചരിഞ്ഞും പോട്ടാ. ഇതെന്താണിത്? എനിക്ക് തോന്നണത് ഈ ഒരു റെക്കോർഡിങ് കാരണം പറ്റണില്ല. നിങ്ങളാണെങ്കിൽ മൊബൈൽ ചരിച്ച് നോക്കട്ട. അയ്യോ ഇത് ചിലപ്പം മാറ്റാനൊക്കെ പറ്റും, പറ്റാണ്ടിരിക്കാനായിട്ട് സാധ്യത ഇല്ലായ്മയില്ല. എന്തോ ഒരു പ്രാണി നടന്ന് കളിക്കണ്ട്. എന്നാലും ഈ ഒരു വ്യൂയും സെബ്രോണിക്സ് വെച്ച് നോക്കാനുള്ള വ്യൂയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഇത്രയും കൂടി ക്ലിയറാണ്, പക്ഷേ ഇത് അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. ഇത് ക്ലിയറാണ്. പിന്നെ അതേപോലെ തന്നെ അടിപൊളി ക്ലിയർ ആണല്ലോ ഇത്, അല്ലേ? അത്യാവശ്യം ക്ലിയറാണ്. പിന്നെ ഇതേപോലെ ഇരുന്ന് കാണാനും പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷെ ഇത് തല തിരിഞ്ഞല്ലേ, അത് കാണുമ്പോഴാണ് എനിക്കൊരു സങ്കടം. തല തിരിഞ്ഞു പോയി എന്നുള്ള ഒരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇത് നോക്കട്ടെ, ഇതെങ്ങനെ തല തിരിച്ചു വയ്ക്കാൻ പറ്റുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് തല തിരിച്ചു നോക്കാം. ഞാൻ നോക്കിയിട്ട് പറയാട്ടോ ഗൈസ്, ഇത് തല തിരിഞ്ഞിട്ടില്ലെന്ന്. ഇതിലിപ്പോൾ കാണിക്കാനുള്ള മര്യാദയ്ക്ക് ഫെയിൽ ടു എസ്റ്റാബ്ലിഷ് എൻക്രിപ്റ്റഡ് ചാനൽ. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ്സ് ഇടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ വെക്കാനും മറക്കരുത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെ ആപ്പ് എടുത്തിട്ട്
അതേപോലെ തന്നെ ഇവിടെ നിൽക്കുക. അതേപോലെ നിൽക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണുകയും ചെയ്യാം. ഇവിടെയും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓക്കെ ആയി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമത് ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഓക്കെ ആവാൻ ചാൻസ് ഉണ്ടാവും. നോക്കട്ടെ, ഞാൻ കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അദൂസ് ആൻഡ് അതേ ചാനലിലേക്ക് ടാറ്റ ബൈ ബൈ. ബൈ ബൈ.